ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. الله رؤوف بالعباد ومن الناس من يشري نفسه ابتغاء مرضات الله. الله رؤوف بالعباد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. കബറന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാം, കണ്ടാലുടൻ വിട്ടു നീ കരുകേണ്ടതാം. ഇടയ്ക്ക് പകരം മണമാ സുബ്ഹാന റബിയതിൽ കിടക്കേണ്ടതാ സുമാന. ഗതിരുപവിഷ്ടരായ ഉസ്താദന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും നാളെ അവന്റെ പരലോകത്തും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആയിഷ ബീവി അതാ കരഞ്ഞിരിക്കുകയാണ്. എന്തേ വിശേഷമെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി ഒന്നും മിണ്ടുന്നില്ല. എന്തേ വിശേഷമെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവിയുടെ ചേർത്തിട്ട് എന്തേ ആയിഷ നീ കരയുന്നെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി അവിടുന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ പരലോകത്തെ കുറിച്ച്, ഞാൻ എൻ്റെ പരലോകത്തിന് എന്താണ് അവസ്ഥയെന്ന് ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞു പോയെന്നാണ് ഹബീബേ. ഇത് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പരപ്പോടെ അവിടെ ഇരുന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ആയിഷ നിനക്കിങ്ങനെ തോന്നാണ് കാരണം എന്താണ് ആയിഷ? ആയിഷ ബീവി എന്തേ ആയിഷ നിനക്കിങ്ങനെ തോന്നാണ് കാരണമെന്ന് ആയിഷ ബീവിയോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ ആയിഷ ബീവി പെടുന്നതിനൊരു ചോദ്യം ചോദിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഓ റസൂലേ, അല്ലാഹുവിന്റെ റസൂലായ ഹബീബ് തങ്ങളെ, എന്റെ പരലോകത്തെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ ഹബീബേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിട്ട് ആയിഷ ബീവി ചോദിക്കുമ്പോൾ ആയിഷ ബീവിയുടെ ചോദ്യം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കരഞ്ഞു പോവുകയാണ്, തളർന്നിരുന്നു പോവുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, ഹബീബേ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഹബീബേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഹബീബേ? നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ഞാനല്ലേ ഹബീബേ എന്ന് ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ് ആയിഷ? നീ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് ആയിഷ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി പറയുകയാണ്,
നാളെ പരലോകത്തിലെത്തുമ്പോൾ ഞാൻ ഖേദഗ്രന്ഥങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. പരലോകത്തെത്തിയാൽ ഒരാളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവര് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുമ്പോൾ അടുത്തുള്ളവരെ തന്റെ സ്വന്തം രക്തം പോലും ആണെങ്കിൽ പോലും അവരവരുടെ കാര്യം മാത്രം നോക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീവി അമ്പരപ്പോടെ ചോദിക്കുകയാണ്, എന്റെ ഹബീബെ, പരലോകത്തിന് വിജയം നേടാൻ എന്താണ് കാരണം? എന്തൊക്കെയാണ് പരലോക വിജയത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആയിഷ ബീബി ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം തന്നെ ആയിഷ ബീബി ചോദിച്ചത് ചോദ്യം തന്നെ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ നിന്നിട്ട് ഇങ്ങനെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിട്ട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ പരലോകം വിജയിക്കാനുള്ള 4 മാർഗങ്ങളുണ്ടെന്ന് തങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അത് ഏതൊക്കെയാണ് ഹബീബ് തങ്ങളെ? സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളിയുടെ മിനാരത്തിൽ മുകളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ബാങ്കിന്റെ ഒലികളിങ്ങനെ പൊങ്ങുമ്പോഴും എന്റെ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും പള്ളിയുടെ ആ ഒരു മിനാരത്തിൽ നിന്ന് കൊടുക്കുന്ന ബാങ്കിനധികം വില കൊടുക്കാറില്ലല്ലോ. അത് സമയത്ത് പലരും തുറന്നു വെച്ച് പോകുന്നു. എല്ലാം ഓഫ് ചെയ്ത് നിർത്തി വെക്കേണ്ട സമയമാണ് ബാങ്കുലികൾ മുഴങ്ങുമ്പോൾ. ആ സമയത്ത് പോലും ബാങ്കിനെ ബഹുമാനിക്കാതിരിക്കുക, 5 വക്ത നിസ്കാരം നിലനിർത്തുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരലോക വിജയം ജയിക്കാനുള്ള ഒന്നാമത്തെ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാം, 5 വക്ത നിസ്കാരം നിലനിർത്തുക. ആ നിലനിർത്തിയിട്ടില്ലെങ്കിൽ അവനക്ക് വാജിബായ ഒരു കാര്യം നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് അവനക്ക് ഉറപ്പായും വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബത്തിനോട്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മാതാപിതാ ഗുരു ദൈവം ഇവരെ എല്ലാവരും ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുക. ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചാൽ നിനക്ക് നാളെ സ്വർഗത്തിലെ പരലോകത്തിലെ ഹിസാബിൽ നിന്ന് രക്ഷപ്പെടാം. മഹദിയായ ആയിഷ ബീവി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ആയിഷ, എന്തേ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീവി ചോദിക്കുകയാണ്, ഓ ഹബീബേ, പരലോകത്തിലെ അദാബിന് ഞാൻ ഒറ്റപ്പെടുന്നതായ സ്ഥിതികളുണ്ടല്ലോ, എനിക്കാരും കൂട്ടില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. അത് ഏതൊക്കെയാണ്, സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്ത് നിന്ന് നിന്റെ കബർ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കബറിനടക്കിൽ നേതാവിന്റെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് നിന്നോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അപ്പോൾ നീ ഒറ്റക്കായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ 5 വക്ത നിസ്കാരം നീ നിലനിർത്തണം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസിൽ കിതാബിൽ നിന്നും വിശദീകരിക്കുന്നതായി കാണാം. ഒലിനേക്കാൾ മുടിയുടെ ഇഴകളേക്കാൾ ചെറിയ കട്ടിയില്ലാത്തതായ ഒരു പാലമായിരിക്കും സിറാത്ത് പാലമെന്ന്. ആ പാലത്തിലൂടെ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ 5 വക്ത നിസ്കാരം നിലനിർത്തണം. അപ്പൊ 5 വക്ത നിസ്കാരം നിലനിർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടവാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.